ഹലോ ഡിയേഴ്സ്, നമ്മുടെ കഴിഞ്ഞ ഫോട്ടോകോപ്പിയുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ താഴെ ഒരുപാട് പേര് അതിനകത്ത് കമന്റായി ചോദിച്ച കാര്യമായിരുന്നു +2 റീവാലുവേഷൻ അതിന്റെ റിസൾട്ട് എന്നാണ് വരിക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. സോ റീവാലുവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം ബയോളജി അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളിൽ ഒരുപാട് പേര് അതിനകത്ത് റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ ആ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പാസ്സാകുവാനും അങ്ങനെ നല്ലൊരു കോഴ്സ് എടുത്ത് ലൈഫിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സോ നമ്മൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് പുതുതായിട്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടി, പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പഴയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ, ഓൾറെഡി ഈ കാര്യങ്ങൾ കേട്ടവരാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ അതിനകത്ത് 2025 എക്സാമിൽ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിനകത്ത് എഴുതുവാൻ സാധിക്കുക 2026 പബ്ലിക് എക്സാമിന്റെ കൂടെയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് +1 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങളുടെ മാർക്ക്, നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അതിനകത്ത് തീരുമാനമെടുക്കാം. പക്ഷേ രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ടിനും ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ അപ്പം നിങ്ങൾ ഇനി 2026 എക്സാമിന് വേണ്ടിയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന്, അതുപോലെ തന്നെ നിങ്ങൾ +2 സയൻസ് ഇപ്പം എക്സാമിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഫെയിൽ ആയ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇനി പ്രിപ്പറേഷൻ, അതിന്റെ സ്ട്രാറ്റജീസ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ലിങ്ക് ഡയറക്റ്റ്ലി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ, അതുപോലെ തന്നെ എക്സാമിന്റെ ട്രിക്സ് ടിപ്സ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സേക്ക് വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നൽകുന്നുണ്ട്. അപ്പം ആ ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കൂടിയിട്ട് നിങ്ങൾ അതിനകത്ത് ജോയിൻ ആവുക. നിങ്ങളുടെ നമ്പറൊന്നും മറ്റ് മെമ്പേഴ്സിന് അതിനകത്ത് കാണാൻ സാധിക്കാത്ത രീതിയിലാണ് കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ്. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. അടിപൊളിയായിട്ട് ആ ഒരു എനർജിയിൽ, മോട്ടിവേഷനെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2026 പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, അതിപ്പം ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഏത് സബ്ജക്റ്റുകളാണെങ്കിലും അതിനകത്ത് ലൈവായിട്ടുള്ള സെഷൻസ് ആണ് നമ്മൾ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് ക്ലാസ്സുകളുമായിട്ട് നമ്മളെ ക്ലാസ്സുകളെ കമ്പയർ ചെയ്യരുത്. ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ കാണുന്ന പോലുള്ള ക്ലാസ്സുകളാണെന്ന്. യൂട്യൂബിൽ നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ക്ലാസ് അതെല്ലാം വ്യത്യസ്തമാണ്. ലൈവായിട്ടുള്ള സെഷൻസിൽ നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ അതിനകത്ത് ക്ലാസ്സിൽ ഇരുത്തിയിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാം. അത് വീണ്ടും നമ്മൾ ക്ലിയർ ആക്കി തരും. അങ്ങനെ ക്ലാസ്സിൽ ഇരുത്തി പറഞ്ഞ് ഓരോ കാര്യങ്ങളും ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും അതിനകത്ത് സിമ്പിളാക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിനെ മറ്റ് ക്ലാസ്സുകളുമായിട്ട് കമ്പയർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത്. യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന പോലുള്ള ക്ലാസ്സുകളൊന്നുമല്ല, അത് വ്യത്യസ്തമായൊരു ക്ലാസ് തന്നെയാണ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ലൈവായിട്ടുള്ള ഡെമോ സെഷൻ നമ്മൾ അതിനകത്ത് നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിപ്പം ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ, നമ്മൾ ഡെമോ സെഷൻ വെച്ച് തരും. അതാണ് നമ്മൾ നൽകുന്ന ആ ഒരു കോൺഫിഡൻസ്. അപ്പം നമ്മൾ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച്. പിന്നീട് നമ്മുടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ, കഴിഞ്ഞ തവണ 2024 റിസൾട്ട് വന്നത് ജൂലൈ 11 പിന്നെ റീവാലുവേഷൻ റിസൾട്ട് വന്നത് ഓഗസ്റ്റ് 8 ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ പക്ഷേ റിസൾട്ട് വന്നത് 1 വീക്ക് കഴിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ജൂലൈ 18. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഓഗസ്റ്റ് 15 കാണുന്നത്. പക്ഷേ ഞാൻ അതിനകത്ത് വിചാരിക്കുന്നത് ഇപ്പം ഓഗസ്റ്റ് എന്തായി, 3 ഇനി ഈ വീക്ക് കഴിയുമ്പോൾ ഓഗസ്റ്റ് 10 ആവും. അടുത്ത സൺഡേ ആകുമ്പോഴേക്കും ഓഗസ്റ്റ് 10. അപ്പോൾ ഈ വീക്കിൽ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതായത് ഇനിയിപ്പോൾ വളരെ റയറായിട്ട്, അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഫ്രൈഡേ ഒരു റയർ ചാൻസ് എന്ന് പറയാം. അപ്പോൾ ഓഗസ്റ്റ് 11, 12 ആ ഒരു സമയങ്ങളിലൊക്കെ, മൺഡേ, ട്യൂസ്ഡേ, അടുത്ത വീക്കിൽ മൺഡേ, ട്യൂസ്ഡേ ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനകത്ത് വരാനുള്ള സാധ്യതയാണ് കൂടുതലും. വേണമെങ്കിൽ ബുധനിലോട്ടൊക്കെ പോകാം. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഡേറ്റുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് മൺഡേ അതിനകത്ത് പ്രോബബ്ലി പ്രതീക്ഷിക്കാം. ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ട് കൂടി ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം ഇതുവരെ നമ്മളെ ഈ ഒരു റേഞ്ചിലോട്ട് എത്തിച്ചത്. നിങ്ങളുടെ അതിനകത്ത് സപ്പോർട്ട് തന്നെയാണ്. തുടർന്ന് നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.